ഈ സ്നേഹത്തിൻ്റെ ആരാധനയിൽ കർത്താവ് നിനക്ക് ആന്തരികമായ അഭിഷേകം നൽകുകയും നിൻ്റെ ഇല്ലായ്മയും വല്ലായ്മയ്ക്കും എല്ലാം പരിഹാരവും പകരക്കാരുമായ ക്രിസ്തു നിന്നെ സ്നേഹത്തോടെ വസിക്കുകയും ചെയ്യുന്ന ആരാധനയാണ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ആരാധന ആരാധന. ചേർന്ന് പാടാം. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. 1 Corinthians 13:7 സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു. നമ്മൾ എല്ലാത്തിനെയും അതിജീവിക്കാം. എന്താ കാര്യം? ക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. പ്രാർത്ഥിക്കുക, കർത്താവേ, കർത്താവേ, ഈ ആരാധനയുടെ സൗഖ്യ അഭിഷേക നിമിഷം ഞങ്ങൾക്കും ഈ ആരാധന ലൈവായി കൂടുന്ന എല്ലാവർക്കും നിന്റെ സാന്നിധ്യം നിന്റെ സ്നേഹം അനുഭവിക്കുവാൻ എല്ലാ ഇല്ലായ്മയ്ക്കും വല്ലായ്മയ്ക്കും പകരമായി നിന്റെ സ്നേഹവും നിന്റെ സാന്നിധ്യത്തിന്റെ സൗഖ്യവും അനുഭവിക്കുവാൻ സ്നേഹത്താൽ ഈ നിമിഷം ആരാധ്യനെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, നിന്റെ ശരീരം എനിക്കു അനവധി നൊമ്പരം ആരും കാണാതെ ഒരുമിച്ച് പാടി സ്നേഹിക്കുക. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. അത്താഴമേശയിൽ അനവധി നൊമ്പരം ആരും കാണാതെ കരളിലൊതുക്കിയ കരുണാദ്ര മനസ്സും ഈശോനാഥാ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യം ആരാധനയും സ്തുതിയും പൊഴിച്ചയും ഉണ്ടായിരിക്കട്ടെ. സഹോദരങ്ങളെ, ഇന്ന് കൈവച്ച് പ്രാർത്ഥിച്ച സമയത്തൊക്കെ സുഖപ്പെട്ട സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടതാണ്. ഇന്നല്ല, എല്ലാ സാക്ഷ്യ ദിവസങ്ങളിലും കയ്യൊപ്പ് പ്രാർത്ഥനയുടെ സമയങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹം സൗഖ്യമായി നമ്മൾ അനുഭവിക്കും. ഓരോ സൗഖ്യ പ്രാർത്ഥന കഴിയുമ്പോഴും ഈ പാട്ട് തന്നെ നമ്മൾ പാടും. പക്ഷെ പാടുമ്പോൾ എൻ്റെ മക്കൾ ഓർക്കണം, ഈ പാട്ട് പാടണമെങ്കിൽ കുറേ സ്നേഹം വേണം. സ്നേഹം നമ്മളെ സൗഖ്യപ്പെടുത്തുന്നു. സ്നേഹം ക്ഷമിക്കുന്നു. സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് പറയുമ്പോഴേ നമ്മൾ കർത്താവിനെ സ്നേഹിച്ച് നമ്മൾ കടങ്ങളെ അതിജീവിക്കാം. കർത്താവിനെ സ്നേഹിച്ച് നമ്മൾ രോഗങ്ങളെ അതിജീവിക്കും. എന്താ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്?
1 കൊറിന്ത്യർ 1:13-7 പറയും, സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കാം. നിനക്ക് ഇന്നുള്ള എല്ലാ ദുരിതങ്ങളെയും നമ്മൾ അതിജീവിക്കും. എങ്ങനെ അതിജീവിക്കും? കർത്താവിനെ സ്നേഹിച്ച്, കർത്താവ് നമ്മളെ പകരം സ്നേഹിച്ച്, എല്ലാത്തിനും പകരക്കാരനായി സ്നേഹത്തിൻ്റെ പേരിൽ നമ്മുടെ ഒപ്പം നിന്നുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നെന്ന് പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഇപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ശുശ്രൂഷകൾ കണ്ട് നിയോഗങ്ങൾ അർപ്പിക്കുന്ന മക്കൾ അവിടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മേശയിൽ സമർപ്പിക്കുകയാണ്. കർത്താവിന്റെ ഒരു സ്നേഹം നിറയട്ടെ. ആരും കാണാതെ കരളിലൊതുക്കിയ കരുണാർദ്ര മനസ്സുള്ള യേശുനാഥാ, കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. ഈ നോൻപ് കാലത്ത് നമ്മൾ ശരിക്കും പരിശുദ്ധാത്മാവിനോട് കൂടുതൽ രഹസ്യാലോചന ചെയ്യേണ്ട ഒരു സമയമാണ്. ആത്മാവിനോട് പറയണം, ആത്മാവേ, ജ്ഞാനപരത്താൽ ഈശോ ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ. ഈശോ നമ്മളെ പലർക്കും ഒരു അത്ഭുത പ്രവർത്തകനായിട്ട് മാത്രം ഒതുങ്ങി നിൽക്കി. ഇതൊന്നുമല്ല ഈശോ. ആഴമായ ആത്മബന്ധത്തേക്കുള്ള അനന്തത വരെ നിൻ്റെ കൂടെ കൂടുന്ന അനുഭവ യാഥാർത്ഥ്യമാണ്. അത് നിനക്ക് ലഭിക്കുന്നത് ആത്മസന്തോഷം മാത്രമല്ല, ആത്മധൈര്യവും. ശ്രുതികട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. കർത്താവേ, ആത്മധൈര്യം പകരണമേ. ഞങ്ങൾ ഞങ്ങളെ തന്നെ ഈ മേശയിൽ സമർപ്പിക്കുക. കരുണാർദ്ര മനസ്സുള്ള യേശുനാഥാ, നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യം, നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരുന്നു. കർത്താവ് സ്നേഹത്താൽ സൗഖ്യമാകുന്നൊരു സമയമാണിത്. നെഞ്ചിലെ വേദനയുള്ളവരെ നെഞ്ചിലെ കൈവെക്കണം. കർത്താവിൽ നിന്ന് ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറ. കരളിന് വേദനയുള്ളവരെ കരളിൻ്റെ ഇടനെഞ്ചിൽ കൈവെക്കണം. കർത്താവിൽ നിന്ന് ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയോ. അമ്മ സ്നേഹിച്ച പോലെ ഈശോനെ സ്നേഹിക്കാൻ എന്നെ അഭിഷേകം ചെയ്യൂ എന്ന് പരിശുദ്ധാത്മാവിനോട് പറയൂ. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഈശോനെ സ്നേഹിച്ചത് അമ്മയാണ്. വയറ്റിലിട്ടുകൊണ്ട് അവസാന മണിക്കൂറെല്ലാം വഴി നടന്ന് തീർത്ത അമ്മ കർത്താവിനോടുള്ള സ്നേഹത്താലാണ് തൻ്റെ ഗർഭാരിഷ്ഠതകളെയും അവസാന യാത്രയെയും അവസാന അപമാനത്തെയും അതിജീവിച്ച അമ്മ. ശ്രുതികട. ഹല്ലേലൂയ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. വീണ്ടും നെഞ്ചിൽ തന്നെ കൈവെക്കുക. അച്ഛനോട് ഈശോ എൻ്റെ മനസ്സിൽ തോന്നിക്കുന്നുണ്ട്, ഒത്തിരി പേരെ ഹൃദയരോഗികളെ കർത്താവ് സുഖപ്പെടുത്തുമെന്ന്. നെഞ്ചിൽ തന്നെ കൈവെക്കുക. ഇടത് നെഞ്ചിൽ കൈവെക്കണോ. പിന്നെ പതിലേക്ക് ശ്വാസകോശ രോഗികളെ, വലിവ്, ആസ്മ, ശ്വാസം മുട്ടലുള്ളവർ. കാലങ്ങൾ മാറിയാലും ഈ ശ്വാസം മുട്ടലുകാരുടെ അവസ്ഥ അറിയാമല്ലോ. വെയിൽ കൂടിയാലും ശ്വാസം മുട്ടും, മഴ പെയ്താൽ ശ്വാസം മുട്ടും, മഞ്ഞുരുകിയാൽ ശ്വാസം മുട്ടും,
ഈ കാലം മൊത്തം അവർക്ക് ഉറങ്ങാൻ പോലും പറ്റണില്ല. നിങ്ങൾ അവരെ ഓർത്തൊന്ന് വിഷമിക്കണം. നിങ്ങൾ ആദ്യം അത്തരം രോഗം അനുഭവിക്കുന്നവരെ ഓർത്ത് സ്നേഹത്താൽ വിഷമിക്കണം. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പാ ഈ രാത്രി ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പാ ഈശോയെ ജ്വലിച്ചു നിൽക്കണ ഈ നിമിഷങ്ങളിൽ അമ്മ മധ്യസ്ഥം വഹിക്കുന്ന അത്ഭുതത്തിൻ്റെ അൾത്താറയിൽ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ. ഇപ്പോഴ് ശ്വാസകോശ രോഗികളെ സ്പർശിക്കണമേ, ഇപ്പം വലിവുകാരെ സ്പർശിക്കണമേ, ആസ്മക്കാരെ സ്പർശിക്കണമേ, തൈറോയിഡുകാരെ സ്പർശിക്കണമേ, കരളുകാരെ സ്പർശിക്കണമേ, പാങ്ക്രിയാസ് രോഗികളെ സ്പർശിക്കണമേ. യേശു ക്രിസ്തു നാമത്തിൽ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. സ്പർശിക്കുന്ന നമ്മളെ സ്പർശിക്കുക, കർത്താവിന് രക്തം നൽകി ശരീരം നൽകി സൗഖ്യപ്പെടുത്തുകയാണ്. വിശ്വാസത്തോടെ പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരുന്നു. ശിരസ് രോഗികള് നെറ്റിയിൽ കൈവെക്കേണ്ടതാണ്. ശിരസ് രോഗികൾ, കണ്ണ് കാഴ്ചക്കുറവുള്ളവർ, അതുപോലെ തന്നെ അലർജി രോഗികൾ, ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ, ചെവി കേൾക്കാൻ പാടില്ലാത്തവരൊക്കെ ചെവി കൈവെക്കണം. എൻ്റെ മക്കൾ, ഇതൊരു ഭംഗി. ഇപ്പം ചിലർക്ക് ആദ്യമായിട്ട് വരുന്നവർക്ക് തോന്നും ഇതെന്താ ഇങ്ങനെയൊക്കെ കൈവച്ചാൽ സുഖപ്പെടുമോ എന്ന്. അതായത് ഈ ആൾക്കാർ സുഖപ്പെടാത്ത ഒരു രോഗവും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണില്ല. അപൂർവ രോഗങ്ങൾ വരെ സാക്ഷ്യം പറഞ്ഞ് മാറിയ ഏതാണ്ട് 1500ഓളം പുതിയ സാക്ഷ്യങ്ങൾ യൂട്യൂബിലുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്യുന്നു? കാര്യം ദൈവം നിന്നെ സ്നേഹിക്കുന്നു. കാരണം നമുക്ക് യേശുക്രിസ്തു നൽകിയവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് നൽകുന്നു. ശ്രദ്ധിക്കട്ടെ. കൈകൾ മാറ്റരുത് രോഗികൾ, കൈകൾ മാറ്റരുത് രോഗികൾ, കൈകൾ മാറ്റരുത്. കർത്താവേ, ശിരസംബന്ധമായ രോഗങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, നിന്റെ തിരുവരുവാർന്ന് വലത് കരം ആണിപ്പിള്ളാർന്ന് അത്ഭുത കരങ്ങൾ ഇപ്പോഴും മക്കളെ സ്പർശിക്കണം. കർത്താവേ, യേശുക്രിസ്തു ഉന്നതമായ നാമത്തിലെ, യേശുക്രിസ്തു ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, യേശു നാമത്തില് മാരക രോഗങ്ങള്, തീരാവ്യാധികള് മാറിപ്പോകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പിൻകഴുത്തിന് വേദന, ഇടർച്ച, കഴുത്തിന് ബലക്കുറവുള്ള വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ശരീരമാസകലം ഇങ്ങനെ പൊള്ളി പഴുക്കുക, ഇങ്ങനെ കുരു വരിക, ഉടച്ചു വരിക, ചുടുകുരു പോലെ കിടക്കുക. പക്ഷെ പഴുക്കണില്ല, പക്ഷെ വേദനയുണ്ട്. ശരീരം പല സ്ഥലത്തുണ്ട്, മുഖത്തുണ്ട്. ഈ കുരുക്കളെല്ലാം കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. അതിൻ്റെ അടയാളങ്ങൾ ഈശോ കാണിക്കുന്നുണ്ട്. സൗഖ്യത്തിലേക്ക് വരുന്ന സമയമാണ്. ശ്രുതികട ഹല്ലേലൂയ. എൻ്റെ മക്കളെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ തന്നെ ചായണം. എന്നിട്ട് നിങ്ങൾ യേശുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ വിഷയം ക്രിസ്തുവാണ്. അല്ല, നമ്മുടെ വിഷയമെന്ന് പറയുന്ന വിഷയമല്ല. നമുക്കൊരു വിഷയമേ ഉള്ളൂ. അവർ സബ്ജക്റ്റ് ഈസ് ജീസസ്. കാര്യം ക്രിസ്തു എല്ലാമാണ്. നീ ചോദിക്കുന്നതിൻ്റെ ഇരട്ടി. അതല്ലേ പൗലോസ് പറയണത്? നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ കൂടുതലായി
നൽകാൻ കഴിവുള്ളവനാണ് കർത്താവ്. കഴിവ് മാത്രമല്ല, കൃപയുള്ളവനാണ്. എല്ലാ മേഖലകളിലും നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഘട്ടത്തിൽ അച്ഛനീ പറഞ്ഞ വചനങ്ങൾ നീ ഓർക്കണം. കഴിവുള്ളവനാണ് കർത്താവ്. പ്രിയപ്പെട്ടവർ, ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന അസ്ഥി രോഗികൾക്ക് വേണ്ടിയാണ്. ഞാൻ അസ്ഥി രോഗമെന്ന് പറയാൻ കാരണം, ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെ പിൻകഴുത്ത് മുതൽ നട്ടെല്ല് വരെ, നട്ടിൻ്റെ താഴെ അറ്റം വരെ ഒരു നട്ടെല്ലിനെയാണ് ഈശോ കാണിച്ചത്. ചിലപ്പോൾ വളഞ്ഞ നട്ടെല്ലാകാം, ചിലപ്പോൾ ഉന്തിയ നട്ടെല്ലാകാം, ചിലപ്പോൾ കശിയുടെ ഒടിഞ്ഞതാകാം, തേയ്മാനം വന്നതാകാം. നട്ടെല്ല് വേദനയുള്ളവരും അസ്ഥി വേദനയുള്ളവരും അസ്ഥി ഉരുക്കമുള്ളവരും അസ്ഥി തേയ്മാനമുള്ളവരും ശരിക്കും അസ്ഥികളെ തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. തോളലിനെയോ എവിടെയെങ്കിലും ഒന്ന് തൊട്ടാൽ മതി. എന്നിട്ട് നീ അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. കർത്താവേ, മക്കളുടെ അസ്ഥിവേദനയെ അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, ലോകം മുഴുവനും ഈ ശുശ്രൂഷ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ അസ്ഥികളെ, അസ്ഥി തേയ്മാനമുള്ളവരെ, അസ്ഥി ഉരുക്കമുള്ളവരെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഈശോ, അവർക്ക് വേലെടുത്ത് തിന്നാൻ ഇടയാക്കണ ഈശോയെ. ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നടക്കുവാനും സ്റ്റെപ്പ് കയറുവാനും ഇറങ്ങുവാനും കിടക്കുവാനും കർത്താവേ അവരെ സ്പർശിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ സ്നേഹത്താൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്നേഹത്താൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്നേഹത്താൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകിയ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് എൻ്റെ ശരീരം സൗഖ്യപ്പെടുത്തണമേ. അത്താഴം ആരും കാണാതെ കരളിലൊതുക്കിയ കരുണാർദ്ര മനസ്സുള്ള യേശുനാഥാ, നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യം മക്കളെ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് ഈ കർത്താവെ, ഈ രോഗം എനിക്ക് വന്നില്ലല്ലോ എന്ന് ഓർക്കണം. എന്നിട്ട് ദൈവത്തെ സ്നേഹിച്ച് നന്ദി പറയണം. ഈ രോഗം എൻ്റെ വീട്ടുകാർക്കില്ലെങ്കിൽ അതിന് നന്ദി പറയണം. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ഉണ്ടാകുമായിരുന്നെങ്കിൽ നീ എങ്ങനെയാണ് വേദനപ്പെട്ടത്, അതുപോലെ നാട്ടുകാർക്കുള്ളപ്പോൾ വേദനപ്പെടണം. അപ്പോൾ നിനക്ക് അവരുടെ സ്നേഹമുണ്ടെന്ന് ഈശോയ്ക്ക് മനസ്സിലായാൽ തീർച്ചയായിട്ടും അവരെ സുഖപ്പെടുത്തും, നിന്നെ ശക്തിപ്പെടുത്തും. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് എല്ലാം ഡിസ്ചാർജ് രോഗികളെയാണ് പ്രാർത്ഥിക്കുന്നത്. ഡിസ്ചാർജ് രോഗികളെന്ന് പറഞ്ഞാൽ സ്രാവ രോഗികൾ, ബ്ലഡ് ഒഴുകിപ്പോകുന്നവരുണ്ടാകും. പറയുമ്പോൾ നിസ്സാരമായിട്ട് തോന്നിയാൽ അവർക്ക് സ്ത്രീയുടെ ജന്മം തന്നെ ഒരു മീനിങ്ലെസ്സായിട്ട് പോകുന്ന രീതിയിലുള്ള അനുഭവങ്ങളാണ് പലർക്കും ഉള്ളത്. എപ്പോഴും ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക, പീരീഡ്സ് വന്നിട്ട് മാറാണ്ടിരിക്കുക, എപ്പോഴും ഇങ്ങനെ അസ്ഥി ഉരുക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുക, യാത്രക്ക് പോകാൻ പറ്റാതിരിക്കുക, ശരീരം ക്ഷീണിക്കുക, എരിച്ചിലുണ്ടാകുക, പുകച്ചിലുണ്ടാകുക, ശരീരം ചൂടാവുക, തലപ്പുഴച്ചിലുണ്ടാകുക, ഉറക്കമില്ലാണ്ടിരിക്കുക, എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവർ അനുഭവിക്കുന്നത്. അത് അങ്ങനെയുള്ള ഡിസ്ചാർജ് രോഗികൾ അടിവയറ്റ് കൈവെക്കേണ്ടതാണ്. ഇപ്പോഴേ ഡിസ്ചാർജ് രോഗികളെ കർത്താവ് ഈ നിമിഷം സുഖപ്പെടുത്തുന്ന സമയമാണ്. അടിവയറ്റിൽ കൈവെക്കുക. നടുവിന് കിഡ്നി രോഗികൾ നടുവിനും കൈവെക്കുക. മല അറിയാതെ പോകുന്നവരുണ്ടാകും. ചിലപ്പോൾ നിങ്ങളായിരിക്കില്ല, നിങ്ങളുടെ വീട്ടിലുള്ളവരായിരിക്കും. അതുപോലെ തന്നെ മൂത്രം അറിയാതെ പോകുന്നവരുണ്ടാകും. ഒരു പ്രായം കഴിഞ്ഞ ചിലർക്ക് അറിയാണ്ട് മൂത്രം പോകുന്നവരുണ്ടാകും. അവരൊക്കെ സുഖപ്പെട്ട സാക്ഷ്യങ്ങൾ നമ്മളിവിടെ കേട്ടിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഒന്നിനും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവെ, നിൻ്റെ സ്നേഹത്താൽ നീ എല്ലാവരെയും ആശ്വസിപ്പിക്കാൻ വേണ്ടി കർത്താവെ, ഞങ്ങൾ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ കർത്താവ്, നിൻ്റെ തിരുമുറിവ് പാടുന്ന വലത്തുകരങ്ങൾ അടിവയറ്റ് സ്പർശിക്കണമേ. എന്തെല്ലാം തരത്തിലുള്ള രോഗങ്ങൾ, സിസ്റ്റുകളുള്ളവരെ
കർത്താവ് PCOD ഉള്ളവരെ, കർത്താവ് പിസ്റ്റിലുള്ളവരെ, കർത്താവ് പിഷ രോഗികളെ, കർത്താവ് പലതരത്തിലുള്ള നടുവേദനക്കാരെ ഈശോ അവരെ സ്പർശിക്കണമേ കർത്താവ്. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, അമ്മമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ, യേശു നാമത്തിൽ മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. സൗഖ്യം നൽകുന്നത് പറയുന്നു. ഈശോദിനെ സുഖപ്പെടുത്തുകയാണ്, ഈശോദിനെ സൗഖ്യം കൈവച്ച് പ്രാർത്ഥിച്ച ഓരോ മേഖലകളും ഈശോ സുഖപ്പെടുത്തുകയാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്തുതിയും മക്കളെ, വാതരോഗികളെ, നമ്മളിനി കൈ ഇങ്ങനെ സ്വസ്തിക പോലെ വെച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഹോൾ ബോഡി നമ്മൾ കർത്താവിനെ സബ്മിറ്റ് ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തലവേദനക്കാരുണ്ട്, വായു നാറ്റമുള്ളവരുണ്ട്, പല്ലിന് ഭയങ്കരമായ കടച്ചിലുള്ളവരുണ്ട്, അൾസർ രോഗികൾക്ക് എരിച്ചിലുള്ളവരുണ്ട്, പുളിച്ചത്ത് കിട്ടലുള്ളവരുണ്ട്. അങ്ങനെയുള്ള എല്ലാ രോഗികളും, വാതരോഗികൾ, അതുപോലെ തന്നെ വെരിക്കോസിൻ്റെ അസുഖമുള്ളവർ, അതുപോലെ തന്നെ വിസർപ്പ രോഗികൾ, സോറിയാസിൻ്റെ അസുഖമുള്ളവർ, ഫിക്സ് രോഗികൾ, ചിലപ്പോൾ നമ്മളായിരിക്കും, അത് കുഞ്ഞുങ്ങളായിരിക്കും. അങ്ങനെയുള്ള എല്ലാ മാനസിക രോഗികൾ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, മക്കളില്ലാത്തവർ, നിങ്ങൾ അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. കർത്താവേ, അപ്പാ, പരമപിതാവേ, അങ്ങേ പുത്രൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പാ, പരമപിതാവേ, അങ്ങേ പുത്രൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പാ, പരമപിതാവേ, അങ്ങേ പുത്രൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പാ കൈനീട്ടണമേ. യേശുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പാ കൈനീട്ടണമേ. യേശുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പാ അടയാളങ്ങൾ കാണിക്കണമേ. യേശുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പാ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. യേശുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പാ മാരക രോഗങ്ങളെ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ആരാധന. ഈശോയെ നന്ദി പറയുന്നു കർത്താവേ, സൗഖ്യത്തിന് നന്ദി പറയുന്നു. സൗഖ്യം നൽകിയ ഈശോ നമ്മെ കരങ്ങൾ നീട്ടി ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിത പശ്ചാത്തലത്തിൻ്റെ പരാധീനതയ്ക്കും പ്രതിസന്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതായത് പ്രതിസന്ധിയുടെ വിടുതലിന് വേണ്ടി. അച്ഛൻ ഉദ്ദേശിക്കുന്നത് ഉടമ്പടി ചെയ്തവരും ചെയ്യാനിരിക്കുന്നവരും കുറേ ജീവിത പ്രശ്നങ്ങൾക്ക് പ്രയാസപ്പെടുന്നുണ്ട്. ജീവിതം മുന്നോട്ട് പോകാൻ ഇനി നമുക്കൊരു വഴി കാണാതെ ഇങ്ങനെ നമ്മൾ നിൽക്കുകയാണ്. ചിലപ്പോൾ പൈസ എല്ലാം കൂടി ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ആടെങ്കിലും കൈ ചെന്ന് ഒതുങ്ങിയിട്ട് പോയി കാണാം. ചിലപ്പോൾ ചതിച്ചാകാം, ചിലപ്പോൾ നല്ല രക്ഷപ്പെടുമെന്ന് ഓർത്ത് ചെയ്ത പരിപാടിയാകാം, പക്ഷെ കുടുങ്ങിപ്പോയ അവസ്ഥയാകാം. സാമ്പത്തിക മേഖലകളിലുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള വിഷമസന്ധികൾ, വരുമാനമാർഗം ഇല്ലാത്തവരുണ്ടാകാം, ഇനി എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ലാത്തവരുണ്ടാകും.
എന്ത് ചെയ്താൽ കുഞ്ഞുങ്ങളെ, ദൈവം തന്ന കുഞ്ഞുങ്ങളെ പോറ്റിക്കൊണ്ട് പോകാമെന്ന് ഒരു പിടിയും കിട്ടണില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ എൻ്റെ മനസ്സ് എപ്പോഴും പറയും, കർത്താവ് പറഞ്ഞ വാക്കില്ലേ, ഞാനാണ് വഴിയെന്ന്. ആ വാക്ക് കിടക്കുന്നിടത്തോളം കാലം നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നീ മുട്ടിപ്പോയിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ നീയാണ് വഴിയെന്ന് പറഞ്ഞില്ല, എനിക്കിപ്പോൾ വഴിയില്ല, എങ്ങോട്ട് പോകണമെന്നും അറിയത്തില്ല, ആരോട് പറയണമെന്നറിയത്തില്ല, എന്ത് ചെയ്യണമെന്നറിയത്തില്ല, ഞാൻ ആകപ്പാടെ കുരുങ്ങിയിരിക്കുന്നു. അങ്ങനെ അവസ്ഥകളെല്ലാവരും പരിശുദ്ധ അമ്മ വഴി ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടതാണ്. പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, നാളെ മുതൽ പരീക്ഷ ആരംഭിക്കുന്ന പലരുടെയും പരീക്ഷ ആരംഭിച്ച് കഴിഞ്ഞു. ഇതിങ്ങനെ ഈ പരീക്ഷയുടെ ഒരു വലിയ വേനൽക്കാലം, ചൂടിൻ്റെ കാലം വരികയാണ്. ചില കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പോലും തോന്നണില്ല. കാര്യം അവർക്ക് പല സബ്ജക്റ്റുകളും മനസ്സിലാവാത്തത് കൊണ്ടാണ്. ചിലർ ചെന്ന് വീണ തന്നെ അവർക്ക് പറ്റാത്ത സബ്ജക്റ്റ് എടുത്തിരിക്കണത്. അത് ആരോടും പറഞ്ഞിട്ട് മനസ്സിലാവണില്ല, വീട്ടുകാരോടും പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. അവരങ്ങനെ കുരുങ്ങിയിരിക്കുക, പലതരത്തിലും എന്ത് ചെയ്യണമെന്നറിയാൻ പാലാത്തതുകൊണ്ട് അവർ മൊബൈലും ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ മനസ്സ് ഇടിഞ്ഞവർ, നുറുങ്ങിയവർ, മനസ്സ് മുട്ടിപ്പോയവർ എല്ലാവരും ഉണ്ട്. എല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി നമ്മൾ എല്ലാത്തിനും ഈ അടുത്തറിഞ്ഞ് അവർ ഓർത്താൽ മാത്രം മതി. വിശ്വാസിയേക്കാൾ വലിയ യോഗ്യത ഒന്നുമില്ല, ആർക്കുമില്ല. നീ ദൈവനാമത്തിൽ അവരെ ഓർക്കുക. അപ്പോൾ ഞങ്ങളിപ്പോഴവരെ ഓർക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളാകാം, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളാകാം. എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി മനസ്സുകൊണ്ട് ആഗ്രഹിക്കാൻ വേണ്ടി മാത്രം സ്നേഹം നിന്നെ നിറയണം. വീടില്ലാത്തവരെ, സ്ഥലമില്ലാത്തവരെ, അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ വഴി പോലും ഇല്ലാത്തവരെ, സ്ഥലം വിറ്റുമാറ്റാൻ പറ്റാത്തവരെ, എടുക്കാൻ പറ്റാത്തവർ, ഇങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളാണ്. ജപ്തിയായിപ്പോയവർ, അത് വിൽക്കാനും പറ്റണില്ല, ജപ്തി പരിഹരിക്കാനും പറ്റാതെ പെട്ടുപോയവർ, ഇതെല്ലാം പരിശുദ്ധമ്മ വഴി അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവേ, കർത്താവേ, കുരുങ്ങിപ്പോയവരെ, പെട്ടുപോയവരെ, എന്ത് ചെയ്യണമെന്നറിയാതെ കർത്താവേ വിഷമിച്ചു നിൽക്കുന്നവരെ, കർത്താവേ പലതരത്തിലുള്ള പരീക്ഷകളെ എഴുതാനിരിക്കുന്നവരെ, എഴുതി കഴിഞ്ഞവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കാൻ നിവൃത്തിയില്ലാതെ പലതരത്തിലുള്ള പരാധീനത അനുഭവിക്കുന്നവരെ, ഇതെല്ലാം കഴിഞ്ഞിട്ടും കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവര്, വഴക്ക്, ക്ലേശങ്ങള്, പരസ്പരമുള്ള അരിശങ്ങള്, കോപങ്ങള്, എന്തിനു ജീവിക്കണം എന്നറിയാതെ മനസ്സ് മ്ലാനമായവരെ, ഈശോയെ അങ്ങയുടെ തിരുസന്നിധിയിലെ പ്രാർത്ഥിക്കുകയാണ്. ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, എല്ലാ തരത്തിലും ഹൃദയഭാരം അനുഭവിക്കുന്നവരെ ഇപ്പോഴീ ആരാധനയിലെ ഈശോയ്ക്ക് പ്രതിഷ്ഠിക്കണമേ. ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഓരോ രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരെ, പരീക്ഷയിൽ അകപ്പെടുന്നവരെ സമർപ്പിക്കുന്നു. ബോർഡ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നവരെ, +1 +2 എക്സാം എഴുതാൻ പോകുന്ന മക്കളെ, കർത്താവേ, ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്ന മക്കളെ സ്പർശിക്കണമേ. വിജയം നൽകുന്ന യോദ്ധാവേ, അവന്റെ കൂടെ ഉണ്ടാകണമേ. കർത്താവേ, ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളുടെ മേലും അനുഗ്രഹം വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ സ്പർശിക്കുക, നമ്മുടെ മക്കളെ സ്പർശിക്കുക. കരങ്ങൾ ഈശോയിലേക്ക് സമർപ്പിച്ച് എനിക്ക് നൽകാം.
എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു ചേർന്ന് പാടാം.